ഡ്രൈവിംഗ് ലൈസൻസിന് 50 വയസ്സ് വരെ കാലാവധി നീട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ന്യൂഡൽഹി: രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസിംഗ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. നിലവിൽ 20 വർഷമായി നിശ്ചയിച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി ലൈസൻസ് ഉടമയ്ക്ക് 50 വയസ്സ് തികയുന്നതുവരെയാക്കി ഉയർത്താനാണ് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയം പരിഗണിക്കുന്നത്. നിലവിലെ ചട്ടപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് 20 വർഷത്തേക്ക് സാധുവാണ്. കാലാവധി പൂർത്തിയായാൽ ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷിക്കുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും വേണം. പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ലൈസൻസ് ലഭിച്ച ശേഷം 50 വയസ്സ് വരെ അത് സാധുവായിരിക്കുമെന്നതിനാൽ RTO ഓഫീസുകളിൽ നടപടി പ്രക്രിയകളും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഗണ്യമായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കൈമാറ്റം, പെർമിറ്റ് പുതുക്കൽ, ഫീസ് അടയ്ക്കൽ തുടങ്ങിയ നടപടികളും പൂർണ്ണമായും ഓൺലൈനാക്കാനുള്ള പദ്ധതി കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ഓഫീസുകളിലെ തിരക്കും രേഖാപരമായ നടപടികളും കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ലൈസൻസ് പുതുക്കൽ നടപടികൾ ലഘൂകരിക്കുമ്പോഴും ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കൂടുതൽ കർശനമായ സംവിധാനം കൊണ്ടുവരുമെന്നാണ് മന്ത്രാലയത്തിന്റെ നീക്കം. നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് നെഗറ്റീവ് പോയിന്റുകൾ നൽകുകയും ഗുരുതരമായ ലംഘനങ്ങളിൽ ലൈസൻസ് സസ്പെൻഷനിലേക്കോ റദ്ദാക്കലിലേക്കോ നയിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ വീണ്ടും ലൈസൻസ് ലഭിക്കുന്നതിന് പ്രത്യേക പരിശീലനമോ പുനർപരീക്ഷയോ നിർബന്ധമാക്കും. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് ഈ നടപടികളെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. എന്നിരുന്നാലും പദ്ധതി നടപ്പിലായാൽ രാജ്യത്തെ കോടിക്കണക്കിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്ക് വലിയ ആശ്വാസമാകുമെന്നും ഗതാഗത രംഗത്ത് ശ്രദ്ധേയമായ ഭരണപരിഷ്കാരമായി മാറുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.